ചാൻസ് ചോദിക്കാൻ മടിയില്ലാത്ത ആളാണ്. പക്ഷെ ചാൻസ് ചോദിച്ചത് കൊണ്ട് ആ വേഷം എനിക്ക് കിട്ടണം എന്ന് ഉറപ്പില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അഭിനയിക്കണമല്ലോ. ഷോർട്ട് ഫിലിംസിൽ ഏതായാലും ഹീറോ ആയിട്ട് വിളിക്കും. കാര്യം തട്ടത്തും മറയത്തും റിലീസായി. ഗഗനചാരി ഞാൻ റിലീസിൻ്റെ സമയത്ത് എനിക്ക് പേടിയുണ്ടായിരുന്നു. കാര്യം എക്സ്പെരിമെൻറ്റ്സ് എങ്ങനെ ഇവിടെ റിസീവ് ചെയ്യും. കാര്യം ഞാൻ തിരക്കഥ കേൾക്കുന്ന ആളല്ല. ഇപ്പോൾ KCF ഫോർ എക്സാമ്പിൾ ഞാൻ തിരക്കഥ കേട്ടിട്ടില്ല. ഷോർട്ട് എടുത്തിട്ട് നമ്മൾ ഡയറക്ടറിനെ നോക്കുമ്പോൾ ഡയറക്ടർ ഇങ്ങനെ ഇരുന്ന ആക്ടർ കൺഫ്യൂസ്ഡ് ആവും. പക്ഷെ സ്റ്റിൽ എനിക്ക് റിവ്യൂവേഴ്സിനോട് താല്പര്യമാണ്. കാര്യം അവർ ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് പ്രേക്ഷകർ. 4 ഭാവങ്ങളെ ഞാൻ സ്റ്റോക്ക് ഷോട്ട്സ് പറഞ്ഞ പോലെ 4 ഭാവങ്ങൾ വെച്ചാൽ കൊടുത്തത്. ഹലോ അജു, വെൽക്കം. ഹൈ. നമ്മളമ്മ ഇങ്ങനെ ഒഫീഷ്യലി സംസാരിച്ചിട്ടില്ല, പക്ഷേ ഇപ്പോൾ 14 വർഷമായി കരിയർ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഇതിനിടയിൽ പതുക്കെ തുടങ്ങി, അത് കഴിഞ്ഞ് ഒരു ഏറ്റവും ബിസി ആയിട്ടുള്ള കൊമീഡിയനായി. അതിനുശേഷം ക്യാരക്ടർ റോൾസിലേക്ക് വന്നു, നെഗറ്റീവ് റോൾസ് ചെയ്തു. ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഷോർട്ട് ഫിലിംസ്, വെബ് സീരീസ്, പ്രൊഡ്യൂസറായി പലതരം ജോണേഴ്സ് എക്സ്പ്ലോർ ചെയ്തു. ഇപ്പോൾ അജു എത്തി നിൽക്കുന്ന ഒരു ഫേസിനെ എങ്ങനെ അജു ഡിഫൈൻ ചെയ്യും? ഈ ഒരു പ്രോസസ്സ് പ്ലാൻ ചെയ്ത് വരില്ല. മുന്നേയും പറഞ്ഞിട്ടുണ്ട്. ആ സമയങ്ങളിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻറ്റ്യൂഷൻസ്, കോവിഡ് പോലത്തെ സാഹചര്യങ്ങൾ അതൊക്കെ വരുമ്പോൾ സംഭവിക്കുന്നതാണ്. പ്രൊഡക്ഷൻ വളരെ ആക്സിഡൻ്റലി സംഭവിച്ചാണ്. അടികപ്പിയാരെ കൂട്ടമണി ചെയ്യുമ്പം ധ്യാനിൻ്റെ കൂടെ നിനക്കറിയാമല്ലോ. അപ്പം ധ്യാൻ ഇങ്ങനെ കുറേ കഥകൾ പറയുമല്ലോ. അപ്പം ആ കഥയിൽ ഒരെണ്ണത്തിലൊരു നല്ല ഹ്യൂമർ സ്പേസ് ഉണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു ഈ ഏജവാനി കമ്പയർ ചെയ്യുന്നില്ല, പക്ഷെ അങ്ങനത്തെ ഒരു കളർഫുൾ പടം വേണം എന്നുള്ളൊരു ആഗ്രഹം തോന്നിയപ്പം അതങ്ങനെ വളരെ അദൃശ്യമായി സംഭവിച്ചു. ക്യാരക്ടർ റോൾസിലോട്ടുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. എൻ്റെ ഇപ്പോൾ അളിയൻ നമ്മൾ കിളിപോയി ചെയ്ത സമയത്ത് അറിയാം, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഷോർട്ട് ഫിലിംസ് ചെയ്തത്. ഈ ഫീൽഡും ഈ ഒരു സിനിമയിൽ അഭിനയിക്കുക എന്നുള്ള പ്രോസസ്സ് ഞാൻ ഇഷ്ടപ്പെട്ടപ്പം അതെങ്ങനെ പഠിക്കണം എന്നുള്ളത് കൊണ്ട് ഇപ്പം ജൂഡിൻ്റെ കൂടെയും ബേസിലിൻ്റെ കൂടെയും ബിപിൻ ദാസിൻ്റെ കൂടെയും ഒക്കെ ഉള്ള ഷോർട്ട് ഫിലിംസ്, ഗണേഷ് രാജ് ഷോർട്ട് ഫിലിംസ് ചെയ്യാൻ ഞാൻ അവരോട് സമീപിച്ചു. അപ്പോൾ അതെനിക്ക് ആക്ച്വലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമകൾ കമ്മിറ്റ് ചെയ്യുമ്പം പിന്നെ നമ്മൾ കടന്നുപോയ ഒരുപാട് ഡയറക്ടേഴ്സ്. പക്ഷെ എന്നാൽ കൂടിയും ഒരു എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസിലായ്മ സ്റ്റിൽ ഫീൽ ചെയ്യുന്നൊരു കാര്യം ഇപ്പോഴും ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ട്രെയിൻഡ് പഠിച്ചവർക്ക് അത് ഉണ്ടാവാതിരിക്കത്തുള്ളൂ, അല്ലാത്തവർക്ക് അത് ഉണ്ടാവും. കാര്യം ഞാനൊരു എക്സ്റ്റംബർ പേഴ്സണാണ്. അല്ലാതെ പ്ലാൻ ചെയ്ത് ഒരു റിഹേഴ്സൽ ചെയ്ത് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാ. കാൽക്കുലേറ്റ് ചെയ്ത് അറിയില്ല. കാര്യം നമ്മുടെ മുഖത്ത് ഭാവങ്ങൾ അങ്ങനെ വരുത്താൻ ട്രെയിൻഡ് ആയിരിക്കണം. ഇപ്പം ഇത്രാമത്തെ സെക്കൻഡിൽ കണ്ണുനീര് വരുത്താൻ കഴിവുള്ളവരുണ്ട്, ആ എക്സ്പ്രഷൻസ് ഹോൾഡ് ചെയ്യാനുണ്ട്, ഡയലോഗ് പോസുകൾ കുത്തും കോമയൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ പറയുന്ന ഒത്തിരി ആക്ടേഴ്സ് ഉണ്ട്. ഒന്നത് ചെയ്യുമ്പോൾ വളരെ ആർട്ടിഫിഷ്യാലിറ്റി കൂടി നിൽക്കുന്നു, തമ്മിൽ നിന്ന് കൂടി നിൽക്കുന്നതുകൊണ്ട് ഞാനത് ഫോളോ ചെയ്തിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ കോവിഡ് വാസ് വൺ ഫേസ്, ഒരു മേജർ ഫേസ്. ആ സമയത്ത് മനീഷേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം 1-2 ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴാണ് എനിക്കത് സ്ട്രൈക്ക് ചെയ്തത്. അതിന് മുന്നേ എല്ലാവരും വിളിച്ചാൽ പോകുക എന്നുള്ളതിൽ നിന്ന് മാറി ആ കഥയിൽ കഥാപാത്രത്തിൻ്റെ നീളം പ്രാധാന്യം നോക്കാതെ കഥയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആകുക എന്നുള്ളത്. ലെങ്ത് ഓഫ് ദി ക്യാരക്ടർ അല്ല. പിന്നെ ഡയറക്ടേഴ്സ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക്. സീനിയോറിറ്റി വൈസ് അല്ല പറയുന്നത്, അവരെത്രമാത്രം എന്നിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. കാര്യം ഞാൻ തിരക്കഥ കേൾക്കുന്ന ആളല്ല. എനിക്ക് നന്നായിട്ട് അറിയാം. അതെനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാര്യം ഓൾറെഡി കഥ അറിഞ്ഞു കഴിയുമ്പോൾ കഥ അറിയാം, അത്രയും ഞാൻ ചെയ്യാറുള്ളൂ. എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് അറിയുക. തിരക്കഥ കേൾക്കുമ്പോൾ പലപ്പോഴും ഒരു ഭാരിച്ച ഉത്തരവാദിത്വം വരുമ്പം നമ്മൾ ഡീവിയേറ്റഡ് ആകുന്നു നമ്മളുടെ ജോലിയിൽ നിന്ന്. അതൊരു ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഞാനത് മാറ്റിവെച്ചത്. ഇപ്പം ലീഡ് റോൾസിലേക്കും അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വൺ ഓഫ് ദ ലീഡ്സ് ഒക്കെ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണോ അജു ഫോളോ ചെയ്യുന്നത്? ഇപ്പോൾ KCF ഫോർ എക്സാമ്പിൾ ഞാൻ തിരക്കഥ കേട്ടിട്ടില്ല. ഓക്കെ. കാര്യം എൻ്റെ ക്യാരക്ടർ എന്ത് ചെയ്യുക എന്ന് മാത്രമേ ഞാൻ വെക്കുന്നുള്ളൂ. വേറൊന്നും കൊണ്ടല്ല, അത് എൻ്റെ ഈ ജോലിയെ തടസ്സപ്പെടുത്തുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
ശ്രമിക്കുമ്പോഴൊക്കെ. കാര്യം എൻ്റെ മനസ്സിൽ ആ ക്യാരക്ടർ എന്ത് ചെയ്യുന്നു എന്നുള്ളതപ്പോൾ എൻ്റെ ഒരു ഉത്തരവാദിത്തമായി മാറും, ഇപ്പോഴത്തെ നിൽക്കുന്ന ക്യാരക്ടറിൻ്റെ ഉത്തരവാദിത്തമായി മാറും. അതെല്ലാം സംവിധായകൻ്റെ ഉത്തരവാദിത്തമാണല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യണം ഇപ്പം, അത്രയും ഞാൻ നോക്കാറുള്ളൂ. പിന്നെ എൻ്റെ ഫോക്കസ് ഈ ഷോട്ടിനുള്ള ഡബ്ബ്, പ്രൊമോഷൻ, ഇത് മാത്രമേ എൻ്റെ ജോലിയായിട്ട് വെക്കാറുള്ളൂ. ഇപ്പോൾ ലീഡ് റോളുകൾ ചെയ്യുന്ന സിനിമകൾ സമീപിക്കുമ്പോൾ ഇപ്പോഴും ഞാൻ അവരോട് പറയുന്നത് എൻ്റെ ക്യാരക്ടർ എന്താണ് ചെയ്യേണ്ടത്. പിന്നെ അവരോട് പറയാം, അവർ മേക്ക് ഷുവർ ചെയ്യൂ. ഇത് അനൂപേട്ടൻ്റെ ഒരു ലൈനാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. an actor is as good as his director. അത് ഞാൻ അനൂപേട്ടനോട് ചോദിച്ചു, ഇത് ചേട്ടൻ്റെ ലൈൻ തന്നെയല്ലേ, ഞാൻ കോട്ട് ചെയ്യാൻ ആണ്. പക്ഷെ അത് വളരെ സത്യമല്ലേ. എത്ര ക്ലാരിറ്റി ഒരു സംവിധായകൻ അദ്ദേഹത്തിൻ്റെ സിനിമയിലുണ്ടോ, കഥാപാത്രങ്ങളുടെ പുറത്തുണ്ടോ, അത്രയും തന്നെ നന്നായിട്ട് ആ ക്യാരക്ടേഴ്സ് ഫീൽ ചെയ്യും ആക്ടേഴ്സ്. ഇല്ലെങ്കിൽ ക്ലൂലെസ് ആയിരിക്കും. ഇപ്പോൾ ഒരു സെറ്റിൽ ഇൻ ദ സെൻസ്, ഇപ്പോൾ ചില സെറ്റിൽ ഷോട്ട് എടുത്തിട്ട് നമ്മൾ ഡയറക്ടറിനെ നോക്കുമ്പോൾ ഡയറക്ടർ ഇങ്ങനെ ഇരുന്ന ആക്ടർ കൺഫ്യൂസ്ഡ് ആവും. എന്നാൽ ആ ഡയറക്ടർ അത് മതി എന്ന് പറയുമ്പോൾ നമ്മൾ ഓക്കെയാണ്. ഇപ്പോൾ രഞ്ജിത് ശങ്കർ സാർ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ്. പുണ്യാളം ചെയ്യുന്ന സമയത്ത് തൊട്ട് എനിക്ക് ആ ശീലം വളരെ ഇഷ്ടമായി. കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് അപ്പം തന്നെ പറയും. ആദ്യത്തെ ദിവസം പാടായിരുന്നു, രണ്ടാമത്തെ ദിവസം ഓക്കെ, മൂന്നാമത്തെ ദിവസം നമുക്ക് ഓക്കെ. തല്ലിപ്പൊളി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ബാധിക്കില്ല. അപ്പം തന്നെ മൈൻഡ് നെക്സ്റ്റ്, അതിലെന്ത് നമുക്ക് ചെയ്യാമെന്നുള്ള തോട്ടിലോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒന്നും പ്ലാൻ ചെയ്തു വന്ന ഒരു ഡിസൈൻ അല്ല. ബട്ട് ഈ പറയുന്ന കടന്നുപോയ ഓരോ ഫിലിം സെറ്റും ഒരു ലേണിംഗ് തന്നിട്ടുണ്ടല്ലോ നാച്ചുറലി. ആ ലേണിങ്ങിൽ നിന്നും വാട്ട് നെക്സ്റ്റ്, ഇത് ഒരു ക്യാരക്ടർ ആക്ടർ എല്ലാ ഭാവങ്ങളും ചെയ്യാൻ പറ്റുന്നൊരു നടനായി വരണമെന്നുള്ളതിൻ്റെ എൻ്റെ ഡ്രീം. ബാക്കി മേഖലകൾ പ്രൊഡക്ഷനൊന്നും ഞാനിപ്പം താല്പര്യപ്പെടുന്നില്ല. നമ്മളുടെ ഫോക്കസ് മാറ്റുന്നതൊക്കെ. ഇപ്പോൾ പല സ്കൂളുകളുണ്ട്, ഇപ്പോൾ മലയാള സിനിമയിൽ അല്ലെ പല ഗ്രൂപ്പുകളുണ്ട്, പല സ്ഥലത്തു നിന്ന് വന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരു വിനീത് ശ്രീനിവാസൻ സ്കൂളിൽ നിന്ന് വന്ന ആളാണ് അജു, അതിൽ നിന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അതേപോലെ ഒരു കൊച്ചി ഫ്രണ്ട്ഷിപ്പ് സർക്കിളുണ്ട്, അതിൽ നിന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ട്രിവാൻഡ്രത്തും അങ്ങനെ ഉണ്ട്. അങ്ങനെ കുറേ അധികം പാലുവ ഗ്യാങ് ഉണ്ട്. അങ്ങനെ കുറേ അധികം ഗ്യാങ്ങുകൾ, ഗ്രൂപ്പുകൾ എന്നൊക്കെ പറയാറുണ്ട്. ഇവരിൽ നിന്നൊക്കെ ഒരുപാട് നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സും ടെക്നീഷ്യൻസും ഒക്കെ വന്നിട്ടുണ്ട്. ഇതിനെല്ലാം ഇടയിൽ കൂടെ വളരെ സൈലൻ്റായിട്ട് പ്രവർത്തിക്കുന്നതാണ് അജു സിനിമയിലേക്ക് കൊണ്ടുവന്ന കുറേ ആൾക്കാർ. അവരെല്ലാവരും വളരെ കാര്യമായിട്ട് എടുത്ത് പറയാറുണ്ട്, അജു കാരണമാണ് ഈ സിനിമ സംഭവിച്ചത്. ഒരുപാട് സിനിമകൾ നടക്കാൻ കാരണമുള്ളത് പലർക്കും അറിയാത്ത സിനിമകൾ ഉൾപ്പെടെ, എനിക്കും പേഴ്സണലി അറിയാവുന്ന കുറേ സിനിമകളും നടക്കാൻ അല്ലെങ്കിൽ അതൊരു പ്രോജക്റ്റായി മാറാൻ അജു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മിഥുൻ തൊട്ട് ഇപ്പോൾ ഗഗനചാരി അല്ലെങ്കിൽ അരുൺ ചന്തുവിൻ്റെ കരിയർ പോലും, ഗഗനചാരി സംഭവിക്കുന്നത് പോലും ചന്തു പറയുന്നത് അജുവിൽ നിന്നൊരു സ്പാർക്ക് കിട്ടിയതിന് ശേഷമാണ് അതൊരു പ്രോജക്റ്റായി മാറിയെന്നുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ്, ഇത് ആദ്യം മുതലേ അജു ഫോളോ ചെയ്യുന്നതാണ്. എല്ലാ കാലത്തും ഞാൻ അജുവിൽ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. ഇത് എപ്പോൾ തൊട്ടാണ്, ഇത് എങ്ങനെയാണ് ഇതൊരു രീതിയായി വന്നത്? അത് ഈ നെസസിറ്റിയുടെ ഭാഗമായിട്ട് വന്നതാണെന്ന് തോന്നുന്നു. ചാൻസ് ചോദിക്കാൻ മടിയില്ലാത്ത ആളാണ്. പക്ഷെ ചാൻസ് ചോദിച്ചത് കൊണ്ട് ആ വേഷം എനിക്ക് കിട്ടണം എന്ന് ഉറപ്പില്ല. അവരെനിക്ക് തരണം എന്നും എനിക്ക് നിർബന്ധമില്ല. തരാത്തത് കൊണ്ട് അവരോട് എനിക്ക് എന്താ പറയുക, ഒരു വിരോധമോ താല്പര്യക്കുറവോ ഇല്ല. ഒരു വലിയൊരു ടാലൻറ്റ് അല്ലെങ്കിൽ ഒരു വലിയൊരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു വലിയ വിഷനുള്ള ഒരു ഡയറക്ടറോടോ റൈറ്ററോടോ ആണല്ലോ നമ്മൾ ചോദിക്കുന്നത്. ഈവൻ ആക്ടേഴ്സിനോട് നമ്മൾ ചോദിക്കാറുണ്ട്, സീനിയർ ആക്ടേഴ്സ്. പക്ഷെ അവർക്ക് തരിക എന്നുള്ളത് അവർക്കും അവരുടെ കയ്യിലല്ല പലപ്പോഴും. നമ്മളിവിടെ സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ള നിർബന്ധം, നമുക്ക് ആ വാശി നമുക്ക് എനിക്ക് തോന്നിയത് കൊണ്ട് പിടിച്ചു നിൽക്കണമല്ലോ. അപ്പം ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യം, സിനിമയുടെ അകത്ത് ഉള്ളതിനേക്കാളും റിസോഴ്സസും ടാലൻറ്റും വിഷനറീസും പുറത്തുണ്ടെന്നാണ്. അപ്പം അത് മേ ബി ഞാൻ ഹ്യൂമൻ റിസോഴ്സസിൽ വർക്ക് ചെയ്തത് കൊണ്ടായിരിക്കാം ടാലൻറ്റുകളെ കണ്ടുപിടിക്കാനുള്ളൊരു താല്പര്യം എനിക്ക് തോന്നി. ബിക്കോസ് താല്പര്യം തോന്നി, ബിക്കോസ് എനിക്ക് നിലനിൽക്കണം. അപ്പം ഷോർട്ട് ഫിലിംസ് ആയിരുന്നു അന്ന് ഇപ്പോൾ ഷോർട്ട് ഫിലിംസ് ഒരുപാട് വരുന്നു. അന്ന് അതിൻ്റെ ഒരു തുടക്കമായിരുന്നല്ലേ, തമിഴിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്ത് ഇപ്പോൾ കാർത്തിക് സുബ്രാജിൻ്റെയും പനിയേരും പത്മിനിയും ഒക്കെ ചെയ്ത ആ ഷോർട്ട് ഫിലിംസ് വന്നപ്പോൾ ഇവിടെയും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ആളുകൾ ഷോർട്ട് ഫിലിംസ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അഭിനയിക്കണമല്ലോ. ഷോർട്ട് ഫിലിംസിൽ ഏതായാലും ഹീറോ ആയിട്ട് വിളിക്കും, കാര്യം തട്ടത്തും മറയത്തും റിലീസായി. അപ്പം നാച്ചുറലി അതിന് നോ പറയില്ല. പിന്നെ ഹീറോ ആവാൻ എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു ആക്ച്വലി. ഉത്തരവാദിത്വം എനിക്കും താല്പര്യമില്ല, ബിക്കോസ് എൻ്റെ ലിമിറ്റേഷൻസ് അറിയാവുന്നതുകൊണ്ട്. അപ്പം അങ്ങനെ ബിബിനെയും മിഥുനെയും ജൂഡിൻ്റെയും ബേസിലെയൊക്കെ ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റി, ബിക്കോസ് അത് എൻ്റെ ആവശ്യമായിരുന്നു. പക്ഷെ അതൊരു മ്യൂച്വൽ ആയിരിക്കാം. അതുകൊണ്ട് അവർക്കും
ഒരു എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ആദ്യമേ ഇപ്പം ചന്തുവിൽ പോലും ഗഗനചാരി കോവിഡിൻ്റെ സമയത്ത് സാജൻ ബേക്കറിയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡിസ്കഷനിൽ ചന്തുവും സായിയും കൂടെ ഇങ്ങനെ ഒരു കഥ പറയുമ്പോൾ അവിടെ സൈഡിലിരുന്ന് രണ്ട് അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ. ഞാൻ വായി തോന്നിയ അഭിപ്രായം, മറ്റേ ചന്ദ്രലേഖ പറയുന്നല്ലോ എന്തെങ്കിലും ചോദിക്കുമ്പോൾ വായി തോന്നിയ അഭിപ്രായം പറയാൻ അതേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ചിലപ്പോൾ അത് എന്തെങ്കിലും ഒരു ലീഡ് കിട്ടിയിട്ടുണ്ടാവും. എനിക്കതിൽ വേഷമുണ്ട്, എനിക്ക് ഹീറോ റോള് വേണ്ട, എന്തെങ്കിലും ഒരു വേഷം, അതിലൊരു ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ആണെന്നുള്ളത് യെസ് നാച്ചുറലി നമ്മളുടെ ഉള്ളിലും ഒരു പ്രേക്ഷകനാണ് ഉണ്ട്. ഇപ്പം ലിജോ ചേട്ടൻ്റെ നായകൻ കണ്ടപ്പോഴും സിറ്റി ഓഫ് ഗോഡ് കണ്ടപ്പോഴും അതൊന്നും തിയേറ്ററിലും മഹാവിജയങ്ങളല്ലാതിരിക്കുമ്പോഴും നമുക്ക് അത് റിലേറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഉള്ളിലെ പ്രേക്ഷകൻ അതൊരു വ്യത്യാസമുള്ള മലയാള സിനിമകളായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളന്ന് ആരാണ് ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറഞ്ഞ ഡയറക്ടർ എന്ന് ചെക്ക് ചെയ്തു. അന്ന് അദ്ദേഹം LJP എന്നുള്ള ബ്രാൻഡ് ആയിട്ടില്ല. അന്ന് തൊട്ടേ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഫാൻസാണ്. അപ്പോൾ അതേപോലത്തെ ഇന്നിപ്പോൾ സീസൺ മാറി, ഡിജിറ്റൽ യുഗമായി. അപ്പം ആർക്കും പോപ്പുലാരിറ്റി പെട്ടെന്ന് കിട്ടും, അവരുടെ വർക്ക് പെട്ടെന്ന് ഷോക്കേസ്ഡ് ആകും. അപ്പം നമുക്ക് ഈ പറയുന്ന പോലെ പുതിയ എക്സ്പെരിമെൻറ്റ്സ് ചെയ്താലും ഇന്നിപ്പോൾ ഫോർ എക്സാമ്പിൾ ഗഗനചാരി ഞാൻ റിലീസിൻ്റെ സമയത്ത് എനിക്ക് പേടിയുണ്ടായിരുന്നു. കാര്യം എക്സ്പെരിമെൻറ്റ്സ് എങ്ങനെ ഇവിടെ റിസീവ് ചെയ്യും. പക്ഷേ റിലീസായി കഴിഞ്ഞിട്ട് എന്നെ സർപ്രൈസ് ചെയ്തുകൊണ്ട് ഷോക്ക് ചെയ്തുകൊണ്ടും കൊണ്ടുള്ള പേരെടുത്ത് ഞാൻ പറയാത്ത റിവ്യൂവേഴ്സ് ഉണ്ട്. ഞാൻ റിവ്യൂവേഴ്സിനെ എല്ലാവരെയും വളരെ ബഹുമാനത്തോടെ കാണുന്നതാണ്. എൻ്റെ സിനിമകൾ ഒരുപാട് കൊന്നിട്ടുണ്ട്, എന്നെയും കൊന്നിട്ടുള്ളത്. പക്ഷേ സ്റ്റിൽ എനിക്ക് റിവ്യൂവേഴ്സിനോട് താല്പര്യമാണ്. കാര്യം അവർ ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് പ്രേക്ഷകർ. ഒരു എന്താ പറയുക, ഒരു മോബിൻ്റെ ഒരു വോയിസ് ഒരു റിവ്യൂവറിലുണ്ടാവും. വേറൊരു റിവ്യൂവർ കുറേ വേറൊരായിരിക്കും. ഇവരെല്ലാം കൂടെയാണ് ആക്ച്വലി സിനിമയുടെ ഒരു ഇത് മാറ്റുന്നത്. ഇപ്പോഴത്തെ താല്പര്യങ്ങൾക്കനുസരിച്ച് സിനിമയുടെ ഒരു സ്ട്രക്ചറിനെയും ഒരു ഇതിനെ മാറ്റുന്നത്. നമ്മൾ ഒരു സിനിമ എടുത്തിട്ട് ആരും കാണണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവർക്ക് കാണാനുള്ളൊരു മാസ് മീഡിയ ഉള്ള സിനിമ. അപ്പം ഗഗനചാരിയുടെ കേസ് വന്നപ്പോൾ ഈ റിവ്യൂവേഴ്സ് എല്ലാവരും യുനാനിമസ്ലി പോസിറ്റീവ് വന്നപ്പം അതിനെ വളരെ സർപ്രൈസ് ചെയ്തു. എനിക്കൊന്നും അരുൺ ചന്തുവിൻ്റെ ധൈര്യം ഫഹദിക്കയുടെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞാണ്, അടുത്ത 5 വർഷം മലയാള സിനിമയിൽ എന്ത് എക്സ്പെരിമെൻസും വർക്കാവും. അപ്പോൾ ബ്രഹ്മയുഗം വർക്കാവും, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫുൾ ഫീച്ചർ ഫിലിം 2024 ഇറക്കുന്നു. എനിക്കൊന്നും ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് വന്നിട്ടുണ്ടാവില്ല. സോ പേരെടുത്ത് ഓരോന്നും ഞാൻ പറയുന്നില്ല. മഞ്ഞുമൽ ഈസ് ആൻ എക്സ്പെരിമെൻ്റ് ഇൻ എ വേ, അല്ലേ? ഒരു ആടുജീവിതം ഒരു വലിയ എക്സ്പെരിമെൻ്റ് ആണ്, ഇത്രയും ബഡ്ജറ്റ് മുടക്കി വരുന്ന എക്സ്പെരിമെൻറ്റ്. ആവേശം ആക്ച്വലി ഒരു എക്സ്പെരിമെൻ്റ് ആണ്. നമ്മൾ സ്ഥിരം തനത് പാറ്റേണിൽ നിന്ന് ഒരു വില്ലനായ ഗുണ്ടയെ നമ്മൾ നായകനാക്കി ഹ്യൂമറസ് ആക്കി കാണിക്കുന്നു, അതിനെ ഔട്ട് ഓഫ് ദ വേൾഡ് ഒരു പോർട്രയൽ കാണിക്കുന്നു. അപ്പം പ്രേക്ഷകർ മാറുന്നു. പ്രേക്ഷകർ മാറിയത് എന്തുകൊണ്ടാണ്? ഈ ഒരു റിവ്യൂവേഴ്സിൻ്റെ ഒക്കെ നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അവരിൽ നിന്ന് നമ്മൾ മാറുന്നു. അപ്പോൾ ഗഗനചാരിയിലോട്ട് എത്തി നിൽക്കുമ്പം ഞാനത് മനസ്സിലാക്കുന്നത്, പുതിയ തോട്ടുകൾക്ക് ഇന്ന് സ്ഥാനമുണ്ട്. പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരു സിനിമയും പ്രേക്ഷകർ അടച്ചാക്ഷേപിക്കാൻ താല്പര്യപ്പെടില്ല. നമ്മളാണെങ്കിലും ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയിരിക്കുമ്പം എന്തെങ്കിലും ഒരു നല്ലതുണ്ടെങ്കിൽ നമ്മൾ കൈയടിക്കും. ഇന്നും അവർക്കതേ ഉള്ളൂ. അതൊരു സൗന്ദര്യ പിണക്കമാണ്. പ്രതീക്ഷിച്ച സ്ഥലത്തിൽ നിന്ന് ഒരു മോശം അവതരണം വരുമ്പോൾ അവരൊന്ന് പിണങ്ങും. ആ പിണക്കം സൗന്ദര്യ പിണക്കമാണ്. നാളെ നല്ലത് തന്നാൽ അവർ വീണ്ടും കൈയടിച്ചിട്ടുണ്ട്. അല്ലാതെ ഇവനെ എനിക്കൊന്നും ഒരിക്കലും വേണ്ടാന്ന് ഒരു പ്രേക്ഷകനും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇത്രയും സിനിമകൾ ചെയ്യാനും ഇത്ര സിനിമകൾ ഓടി ഭാഗമാവാൻ ഇവിടെ ആക്ടേഴ്സും സംവിധായകരും ഉണ്ടാവില്ലല്ലോ. ഇപ്പം ഗഗനചാരിയെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ ഇത് ഇപ്പോൾ അജുവിൻ്റെ ഒരു സ്പേസിലുള്ള ഒരു പടമല്ല, ഒരു കംപ്ലീറ്റ്ലി ഒരു വൈൽഡ് എക്സ്പെരിമെൻ്റ് ആണ്. അജുവിന് മനസ്സിലായില്ല എന്ന് തന്നെയാണ് ഇനീഷ്യലി പറഞ്ഞിട്ടുള്ളത്. അതെ. ഇപ്പോൾ ഇതിൻ്റെ ഫോമാറ്റും ഭയങ്കര അബ്സേർഡ് ആയിട്ടുള്ള ഹ്യൂമറാണ്, മോക്യുമെൻ്ററി ആണ്. ഇപ്പോൾ കുറേ ഭാഗം ക്യാമറയിലേക്ക് നോക്കി ഇപ്പോൾ ഇൻ്റർവ്യൂവിലൊക്കെ ഇരിക്കുന്ന പോലെ സംസാരിക്കണം, എന്നാൽ ക്യാരക്ടറായിട്ടിരിക്കണം. ബാക്കിയുള്ള ഇൻട്രാക്ഷൻസ് വളരെ ലിമിറ്റഡ് സ്പേസിലാണ്. കോവിഡ് സമയത്താണ് ഷൂട്ട് ചെയ്യുന്നത്. ഇത് എങ്ങനെയായിരുന്നു ആ വൈഭവം എന്ന് പറഞ്ഞാൽ? എന്നാൽ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള വൈബ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. അതെങ്ങനെയാണ് ആ ക്യാരക്ടറിലേക്ക് ഒന്ന് പ്ലേസ് ആവാൻ സമയമെടുത്തോ, ബുദ്ധിമുട്ടായിരുന്നു? ക്യാരി ചെയ്യത്തില്ല ക്യാരക്ടറായിട്ടുമില്ല. ആക്ഷൻ്റെയും തൊട്ട് മുമ്പ് തരുന്ന ബ്രീഫിംഗ് ആണ് എനിക്ക്. ഡയറക്ടറിനെ ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ രീതിക്ക് എപ്പോഴും ഞാൻ ചെയ്യുന്നത്. അതേ ബോഡി ലാംഗ്വേജ് ചിലപ്പോൾ ഫോളോ ചെയ്യില്ല, റെൻഡറിങ്ങും ചിലപ്പോൾ ഫോളോ ചെയ്യില്ല. പക്ഷേ മൂഡ് ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. അവർക്ക് എന്താണ് ഈ മൂഡ്,
4 ഭാവങ്ങളെ ഞാൻ സ്റ്റോക്ക് ഷോട്ട്സ് പറഞ്ഞ പോലെ 4 ഭാവങ്ങൾ വെച്ചാൽ കൊടുത്തത്. രജനീകാന്ത് പോലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടു. കാര്യം അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വന്നതിൽ. കാര്യം ഇത്രയും വലിയ ലോകത്തെ ഒരു സൂപ്പർ സ്റ്റാർ അത് പറഞ്ഞപ്പോൾ ഞാനും വലിയ തെറ്റില്ലാത്തൊരു റൂട്ടാണ് നമ്മുടെ എന്ന് വിചാരിച്ചത്. എന്ന് വെച്ചാൽ അതൊന്നും ഞാൻ കമ്പയർ ചെയ്തല്ല. പക്ഷേ എനിക്ക് സ്റ്റോക്ക് ഷോട്ട്സ് എക്സ്പ്രഷൻസ് ആണ് പലതും. അതിലെന്തെങ്കിലും മാറ്റങ്ങൾക്ക് ഞാൻ ഈ ഡയറക്ടേഴ്സ് ചോദിച്ച് നമ്മൾ പണ്ട് ചെയ്യാത്തത് എന്തെങ്കിലും നമുക്കൊന്നുകൂടെ ചെയ്യാം. അപ്പോൾ റീടേക്സ്, അഹമ്മദ് കബീർ ഇസ് എൻ എക്സാമ്പിൾ. KCF ചെയ്തപ്പം 10, 20, 30 ടേക്കുകൾ പോയിട്ടുണ്ട്. ഫീനിക്സ് ചെയ്തപ്പം വിഷ്ണു ഭരതൻ 40 ടേക്കോളം പോയിട്ടുണ്ട്. അതിൽ പണ്ടൊക്കെ നമുക്കൊരു ഈഗോ വരും, എന്തിനാണ് ഇപ്പോൾ അവൻ വേറെ ടേക്ക് എടുക്കുന്നത്. അത് ഞാനും കട്ട് ചെയ്തു. അതായത് ഇതിപ്പോൾ പണ്ട് പിള്ളേരോട് പഠിക്കുന്ന പറയുന്നത് അവരുടെ ഗുണത്തിനാണ്. അതേപോലെ ഒരു ഡയറക്ടർ ടേക്സ് വീണ്ടും എടുക്കുന്നത് അയാളുടെ ഗുണത്തിനല്ല, ആക്ടറിൻ്റെ ഗുണത്തിന്, എൻ്റെ ഗുണത്തിനാണ് ഞാൻ വിശ്വസിച്ചു തുടങ്ങി. ഗഗനചാരിക്ക് ആദ്യം കേട്ടപ്പോഴും 1 ലൈൻ കഥ എനിക്കറിയാം. കഥ ഒരു കിലുക്കം എന്ന് പറഞ്ഞ സിനിമയിൽ രേവതി ചേച്ചി വരുന്നതിന് പകരം ഒരു ഏലിയൻ വന്ന ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലം, കാലഘട്ടം, എന്തൊക്കെയോ പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് ഡിസ്റ്റോപ്പിയൻ, അതെ അതെ, വലിയ കടുകട്ടി വാക്കുകളാണ്. അപ്പോൾ എനിക്ക് അത് ഇഷ്ടം തോന്നി നാച്ചുറലി. ബാക്കി ഒന്നും ഞാൻ പിന്നെ നോക്കിയിട്ടില്ല. പിന്നെ ഒരു പരിധി വരെ ഈ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് 35 മേലെ പ്രായമായി. ആ ക്യാരക്ടർ ഒരിക്കലും അത്രയും പ്രായം ഉള്ള ഒരാളല്ല. അയാൾക്ക് ചിലപ്പോൾ ഒരു 25, 26 വയസ്സുണ്ടാവും. അതെനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ആക്ച്വലി മൈൻഡേജ് ഇച്ചിരി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു തട്ടമോ വടക്കൻ സെൽഫിയോ എൻ്റെ മനസ്സുകൊണ്ട് ചെയ്യുമ്പോൾ എനിക്കൊരു തടസ്സം വരും. അന്നത്തെ ഒരു തോട്ട് പ്രോസസ്സ് ആയിരിക്കില്ല. പിന്നെ അത് കഴിഞ്ഞ് ചെയ്തിട്ട് കുറേ ക്യാരക്ടേഴ്സ് വളരെ മെച്യൂർഡ് ആയതുകൊണ്ട് നമ്മളൊരു റിജിഡിറ്റി വന്നിട്ടുണ്ടാവാം. അത് എനിക്കൊരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗഗനചാരി കണ്ടിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചു, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ വിനീത് എപ്പോഴും പറയും, വിനീതിന് ഇഷ്ടമല്ല ഞാൻ ഇങ്ങനെ പിടിച്ച് ചെയ്യുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആവും. അത് ചെയ്ത സമയത്ത് കുറേ പേര് പറഞ്ഞു ഒന്ന് പിടിച്ച് ചെയ്യണം. പിടിച്ച് ചെയ്തപ്പോൾ പറഞ്ഞു പഴയതായ ഞങ്ങൾ മിസ് ചെയ്യുന്നു. അപ്പം എനിക്കൊന്നും അതെല്ലാം ഫേസ് ചെയ്യുന്നതാണ്. അപ്പം മിക്സ് ചെയ്യുക, ബാലൻസ് ചെയ്യുക എന്നേ ഉള്ളൂ. ഗഗനചാരിക്ക് ഡെഫിനറ്റ്ലി ഐ വാസ് ക്ലൂലെസ്. ഓക്കെ. അപ്പോൾ പക്ഷേ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ മോക്യുമെന്ററി ഫോമാറ്റും അതിലൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും കാണിച്ചു തന്നിരുന്നു എന്നെ. ഈ വാട്ട് വി ഡു ഇൻ ദ ഷാഡോസും വേറെ 1-2 സിനിമകളുടെ ചില സീനുകൾ കാണിച്ചു. ഇങ്ങനെയാണ് നമ്മൾ പ്ലാൻ. ചന്തുവിന് ആ ഒരുപാട് സിനിമ കാണുന്നതുള്ളതുകൊണ്ട് കൃത്യമായിട്ട് അപ്പം തന്നെ അടിച്ച് ഇതാണ് നമ്മൾ ഈ ക്യാരക്ടറിൻ്റെ പാറ്റേൺ ഓഫ് ബിഹേവിയർ ഒക്കെ കാണിച്ചു തന്നു. അത് കാണിച്ചു. ഇപ്പോൾ അജുവിൻ്റെ ഒരു കരിയർ എടുത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് ലുക്സിൽ ഭയങ്കരമായിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ കറണ്ട് ക്രോപ്പ് ഓഫ് ആക്ടേഴ്സിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ അജു ആയിരിക്കും. ഇപ്പോൾ ഈവൻ മലർവാടി കഴിഞ്ഞ് തട്ടത്തി മറയത്തിൽ വന്നപ്പോൾ തന്നെ വേറൊരു അപ്പിയറൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് കോഹിനൂറിലെ അജുവിൻ്റെ ഒരു അപ്പിയറൻസ് ആയിരുന്നു. ജഗച്ചേട്ടനും ഇന്നസെൻ്റ് ചേട്ടൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ഭയങ്കര ഒരു ടഫായിട്ടുള്ളൊരു അപ്പിയറൻസ് ആയിരുന്നു. ഇപ്പോൾ കുഞ്ഞിരാമായണത്തിലായാലും അല്ലെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന് ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്ത ഗുരുവായൂരമ്പലടയിൽ പോലും ഭയങ്കര രസമുള്ളൊരു അപ്പിയറൻസ് ആയിരുന്നു. ഇത് ഒരു പേർപ്പസ്ഫുൾ അല്ലെങ്കിൽ കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷനാണ് എപ്പോഴും എനിക്ക് ഈ ഒരു അപ്പിയറൻസിൽ ഒരു ചേഞ്ച് വരുത്തണം എന്നുള്ളത്? കോൺഷ്യസ് ഡിസിഷനാണ്. സത്യസന്ധമായ റീസൺ, നമ്മൾക്ക് നമ്മളുടെ സ്കില്ലിൽ വിശ്വാസം കുറയുമ്പോൾ ഏത് ലുക്കിലും കൺവിൻസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ആക്ടറിൻ്റെ അൾട്ടിമേറ്റ് മൊമെൻറ്റ്. ഞാൻ എങ്ങനെ ഇരുന്നാലും എന്ത് ക്യാരക്ടർ ചെയ്താലും കൺവിൻസ് ചെയ്യാൻ പറ്റണം. അതിൻ്റെ ആ മറ അല്ല, ആ കോൺഫിഡൻസ് ഇല്ലായ്മ കാരണം ഒരു മറയാണ് രൂപമാറ്റം കൊണ്ടുവരിക. സോ അവിടെ എൻ്റെ ഒരു കാൽക്കുലേറ്റ് മമ്മൂക്കയുടെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ റീസൺ ഒന്നല്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഞാൻ കേട്ടിട്ടുണ്ട്. ശ്രീരാമൻ ചേട്ടനായിട്ടൊരു ഇൻ്റർവ്യൂ പഴയത്, ഒരു ആക്ടറിനെ അതനുസരിച്ചുള്ള രൂപം വന്ന് ഫീൽ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ആദ്യം അത് കൺവിൻസിങ് ആവും. സോ നമുക്ക് നമ്മളെ കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് നമ്മൾ സ്ഥിരമല്ലാത്ത ഒരാളായിട്ട് തോന്നും. സോ നമ്മൾ ആ ക്യാരക്ടർ ആവുന്നതിനേക്കാൾ ഉപരി നമ്മളല്ലാതെ ഇച്ചിരി നേരം തോന്നിപ്പിക്കാം എന്നുള്ളൊരു വിശ്വാസം കിട്ടും. ആ കോൺഫിഡൻസിൻ്റെ പുറത്താണല്ലോ ഇത് ബിൽഡ് ചെയ്യേണ്ടത്. അപ്പം അതിന് എനിക്കിത് സഹായിക്കാറുണ്ട്. പിന്നെ ഹ്യൂമറാണല്ലോ കൂടുതലും. അപ്പം ഇങ്ങനത്തെ ചില കാരിക്കേച്ചറിഷ് രൂപങ്ങൾ വരുമ്പോൾ
അതിന് കുറച്ചും കൂടി ഒരു കാരണം നമ്മൾ ഹ്യൂമർ ചെയ്യുന്ന ആക്ടേഴ്സ് ഒന്നും അധികം ഭയങ്കരമായിട്ട് അപ്പിയറൻസ് ചേഞ്ച് ചെയ്യുന്ന കണ്ടില്ല. ഹീറോസ് അല്ലെങ്കിൽ ലീഡ് റോൾസ് ചെയ്യുന്നവരാണ് കൂടുതൽ ചെയ്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് അജു കൊണ്ടുവന്നൊരു ഒരു 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 സാധനമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഈ ഹ്യൂമർ ചെയ്യുന്നവരുടെ ഇടയിൽ. അല്ല, ഇതാണ് കാരണം. പ്രൈമറി റീസൺ, ജെന്യുവൻ റീസൺ ഇതാണ്. അത് ഫസ്റ്റ് നമുക്ക് പ്രേക്ഷകർ നമ്മളെ കാണുമ്പം ഇയാൾ നേരത്തെ അല്ല എന്നുള്ളൊരു തോന്നൽ. നടന്നുപോയി ഡയലോഗ് പറയുമ്പോൾ ഒക്കെ സെയിം ആണെന്ന് തോന്നുകയും ചെയ്യും, അത് വേറെ കാര്യം. പക്ഷേ എവിടെയോ ഒരു ഡിസീവിങ്, ഇത് കൺകെട്ട് വിദ്യ ആണല്ലോ അല്ലേ ഒരു തരത്തിൽ. ആ 2 മണിക്കൂർ നമ്മൾ വന്നു പോകുന്ന 10-20 മിനിറ്റോ കുറച്ച് നിമിഷങ്ങളെ നമുക്ക് അവരെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കണം. അപ്പോൾ അജു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പൃഥ്വിരാജ് ഫാനാണ്. അതെ. ഇപ്പോൾ ഈ അടുത്ത് ഗുരുവായൂർ അമ്പലടയിൽ നേരത്തെ പറഞ്ഞ പോലെ ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്തു. എന്നിട്ടും പക്ഷേ നിങ്ങൾ ഇതുവരെ ഒരുമിച്ചൊരു കോമ്പിനേഷൻ ഇതുവരെ വന്നിട്ടുള്ള പരസ്യം ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഭാഗത്തിലാണ് അജു വരുന്നത്. രാജുവേട്ടന് ഏറ്റവും ബിൽഡപ്പ് വരുന്ന ഒരു പാട്ട് പാടുന്ന ഒരു സിറ്റുവേഷനിലാണ്. അതെപ്പോഴും ഒരു വിഷമം തോന്നിയിട്ടുണ്ടോ ഇതുവരെ അത് നടക്കാത്തതിന്? വിഷമമായിട്ടല്ല, പക്ഷേ ഡീപ്പ് ഇൻസൈഡ് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം രാജുവേട്ടനോട് തന്നെ പലപ്പോഴും, രാജുവേട്ടൻ വാസ് കൈൻഡ് ഇനഫ്, എപ്പോഴും എന്ത് ചോദിച്ചാലും അദ്ദേഹം അതിനൊരു ഉത്തരം തരാറുണ്ട്. അപ്പം ഞാൻ ചാൻസ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബിഗ് ആക്ടേഴ്സിനോട് ചോദിച്ചിട്ടുണ്ട്, അതിലൊരാൾ രാജുവേട്ടനാണ്. അപ്പം എന്തെങ്കിലും സംഭവിക്കുന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞാൻ. കാര്യം അദ്ദേഹം ബിഗ് സിനിമകൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നൊരു സമയമാണ്. ഇന്നിപ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടാവണം എന്നില്ല നമുക്ക് പറ്റിയത്. ഉണ്ടാകുന്ന സമയത്താണെങ്കിൽ വിളിക്കേണ്ടത്, അല്ലെങ്കിൽ വിളിക്കുമായിരിക്കും. തീർച്ചയായും എനിക്ക് ആഗ്രഹമുണ്ട്. കാര്യം ഇപ്പോൾ ഗുരുവായൂർ ഞാൻ കാണുമ്പം എനിക്ക് അതിൽ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്താൽ കൊള്ളാം എന്നൊക്കെ തോന്നിയിരുന്നു. ഇപ്പോൾ വെബ് സീരീസിൽ അഭിനയിച്ചു, 2 വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്. അതിൽ സൈക്കോ ബാലചന്ദ്രൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അജുവിൻ്റെ സോണിലല്ലാത്തൊരു ക്യാരക്ടറാണ്. സീരിയസ് ആണ്, എന്നാൽ ഹ്യൂമറുമാണ്, ഒരു ചെറിയ വില്ലത്തരമുണ്ട്. വളരെ ക്രൂഷ്യൽ പോയിന്റ്സിൽ അപ്പിയർ ചെയ്ത് ആ സീരീസിനെ മൊത്തം മറിച്ചിട്ടിട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് അജു അപ്രോച്ച് ചെയ്തത്? കേരള ക്രൈം ഫയൽസ്, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതിനു മുമ്പ് അല്ല, ഇതിൽ കണക്ഷൻ ഉള്ളതുകൊണ്ട് കേരള ക്രൈം ഫയൽസ് മറ്റ് ഭാഷയിലുള്ളവർക്ക് എന്നെ ചിലപ്പോൾ അറിയില്ലായിരിക്കും. പക്ഷെ വെബ് സീരീസ് ആയതുകൊണ്ട് അവർ കാണാം. അവർക്കൊരു തെറ്റിദ്ധാരണ വരാൻ പാടില്ല എന്നുള്ളതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യണമായിരുന്നു. ഞാനൊരു നായക നടനല്ല. ഓക്കെ. അപ്പം ഇനിയിപ്പോൾ അവിടുന്ന് ഏതെങ്കിലും ഒരു ചെറിയ വേഷത്തിന് വിളിക്കുകയാണെങ്കിൽ ഇല്ല അയാൾ ഹീറോ ആണ് എന്ന് വിചാരിച്ച് വിളിക്കാതിരിക്കേണ്ട. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യാൻ ഇങ്ങനൊരു സബ്ജക്റ്റ് ഉണ്ടെന്ന് അനന്തപത്മനാഭൻ ചേട്ടൻ പറഞ്ഞപ്പം എനിക്ക് വേഷമില്ലായിരുന്നു. അപ്പം അനന്തപത്മനാഭൻ ചേട്ടൻ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ, സാരഥി ചേട്ടൻ്റെ ആണ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അതിലെന്തെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ എന്താ പറയുക, ദീപു റൈറ്ററും പ്രവീൺ ചേട്ടനും കൂടെ ഡയറക്ടറും കൂടെ എന്നോട് വന്ന് ക്യാരക്ടേഴ്സ് ഇതാ, ദീപുവിൻ്റെ ബ്ലോഗുകളാണ്. അപ്പോൾ ദീപു പണ്ട് എഴുതിയ ഓരോ ബ്ലോഗുകൾ, അപ്പോൾ ദീപു എനിക്ക് ബ്ലോഗുകൾ അയച്ചു. ചെറുതാണല്ലോ ബ്ലോഗ്, ഒരു വായിക്കുമല്ലോ. അതെ, 2-3 പേജേ ഉള്ളല്ലോ. അപ്പോൾ ബ്ലോഗുകൾ വായിച്ചിട്ട് എന്നോട് പറഞ്ഞു ഏതാണ് തോന്നുന്നത് അത് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് സൈക്കോ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ, സൈക്കോ ഇതുവരെ ചെയ്തിട്ടില്ല. 2 സൈക്കോയ്ക്ക് കുറച്ച് ദിവസങ്ങൾ മതിയായിരുന്നു. അപ്പോൾ അതെനിക്ക് 2ഉം കൊണ്ടും മാച്ച് ആവായിരുന്നു. പിന്നെ സൈക്കോയുടെ എനിക്കായിട്ടൊന്നും ഹ്യൂമറിന് വേണ്ടി ചെയ്യണ്ട. സൈക്കോയെക്കുറിച്ച്, ബാലേന്ദ്രനെ-കുറിച്ച് അവിടെ ആൾക്കാരൊരു ഒരു കള ഒരുക്കി വെച്ചിട്ട് അവസാനം വന്ന് ഒരു ആക്ട് നടത്തിയാൽ മതി. അപ്പോൾ ഇതുകൊണ്ട് ചെയ്തു. പ്രൈമറി റീസൺ അതായിരുന്നു, എനിക്ക് കേരള ക്രൈം ഫയൽസ് ബ്രേക്ക് ചെയ്യണമായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്ന ആ 2 കോൺസ്റ്റബിൾസിൽ ഒരാളായിരിക്കും ഞാനെന്ന്. നോർമലി ഞാൻ അങ്ങനത്തെ വേഷങ്ങളാണല്ലോ നമുക്ക് വരുന്നത്. മനോജാണ് ചേട്ടൻ്റെ വേഷം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അഹമ്മദിനോട് ചോദിച്ചു, നിനക്ക് അത്ര മോശം അവസ്ഥയാണെന്ന് ഞാൻ ചോദിച്ചു. ഒരു നോട്ടത്തിൽ മാറ്റാം, ഒരു വേർഡ് ഡയലോഗ് പറഞ്ഞാൽ ചിരിപ്പിക്കാൻ പറ്റുന്ന സ്പേസുകളൊക്കെ ഉണ്ട്. അഹമ്മദ് പറഞ്ഞു അതൊന്നും വേണ്ട. ഞാനിങ്ങനെ ടെംപ്റ്റഡ് ആവും. അവിടെ ഒരു സാധനം പറയണോ, ഇന്ത്യയിൽ തന്നെ ആ ജോണർ ആദ്യമായിട്ട് എക്സ്പെരിമെന്റ് ചെയ്യുന്നത് നമ്മളാണ്. അത് കഴിഞ്ഞിട്ടാണ് സെയ്ഫ് അലി ഖാൻ, ഗോ ഗോ ഗോഡ്. സിനിമ എന്ന ക്രാഫ്റ്റിൽ നടന്മാരുടെ പെർഫോമൻസ് തന്നെയാണ് പ്രേക്ഷകരെ ഹുക്ക് ചെയ്ത് പോകുന്ന പ്രധാന ഘടകം എന്ന് പുള്ളി വിശ്വസിക്കുന്നുണ്ട്. ജാനേമനിലെ ഒരു സീക്വൻസ് ഉണ്ട്, ബാലു ബേസിലും കൂടി ഇരിക്കുന്നത്. അത് മലയാള സിനിമ ചരിത്രത്തിലെ ഏറ്റവും നല്ല സീനുകളിൽ ഒരെണ്ണമാണ്. റാം സാറിന്റെ ഒരു സിനിമ ഷൂട്ട് ചെയ്തു. അത് മിർച്ചി ശിവ, ഗ്രേസ് ആന്റണി ഒക്കെ ഉള്ള എല്ലാം വരുന്നുണ്ട്. ഫഹദ് പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ഇവിടെ എന്ത് നടാം കുറച്ച് കാലത്തേക്ക്.